മച്ചന്മാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചാൻ. എന്താണ് മച്ചന്മാരെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടിരിക്കുകയാണ്. ഡയറക്ടർ ഫ്രം ബിൻഡോ സ്റ്റീഫൻ. പിന്നെ ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് ഷാരിസ് മുഹമ്മദ് ആണ്. പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫൻ. ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഇടും. അപ്പം ഞാൻ യൂട്യൂബ് എടുത്തപ്പോൾ തന്നെ ഈ സിനിമനെ പറ്റി ഒരുപാട് നെഗറ്റീവ് വരുന്നു. കാരണം പടം കൊള്ളില്ല, പടം ഇതാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം, എനിക്കൊരു ആവറേജ് ഫീൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ നല്ല രീതി നെഗറ്റീവ് അടിക്കാൻ മാത്രം ഈ സിനിമ നമുക്കൊരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. കാരണം കോമഡിയൊക്കെ ചില സ്ഥലത്ത് വർക്കാകും, പക്ഷെ ചില സ്ഥലത്തൊക്കെ നമുക്ക് അത്രയും എന്തോ പറയുന്ന ഒരു വളിപ്പ് രീതിയിലാണ് ചിലരൊക്കെ തോന്നുന്നത്. പക്ഷേ എങ്കിലും നമുക്ക് കണ്ടിരിക്കാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ തമാശകളും കാര്യങ്ങളും. പിന്നെ എന്തോ പറയുന്ന ഒരുപാട് ഈ ഒരു കഥയെന്ന് പറയുന്നത് നമ്മൾ ദിലീപിൻ്റെ പഴയ സിനിമയിൽ കണ്ടു മറന്ന കുറേ കഥകളും അതും ഇതൊക്കെ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഭവമാണ്. അല്ലാതെ ഒരു പുതുമ എന്ന് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല. എസ്പെഷ്യലി കൊള്ളാം, വെറൈറ്റിയാണ് സംഭവം, കൊള്ളാം. കാരണം നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ എന്തോ പറയുന്നത് ഇത്ര ഏജ് ആയിട്ടും പെണ്ണ് കിട്ടാതെ ആ ഒരു ലെവല് സംഭവ കാര്യങ്ങളൊക്കെയാണ്. ഓൾവേസ് ഗുഡ്. പിന്നെ ഇതിനകത്ത് എടുത്തു പറഞ്ഞാൽ മഞ്ജു ചേച്ചി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ദിലീപ് ഏട്ടൻ അടിപൊളിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമ എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഒരു ആവറേജ് ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ മറ്റുള്ളവർ പലരും ഒരുപാട് നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിലും അവരെന്താ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു എന്തോ പറയുന്ന നമുക്ക് കണ്ടിരിക്കാടെ അത്രേ ഉള്ളൂ. ഈ സിനിമ കണ്ട് വെറുതെ ഇങ്ങനെ നമുക്ക് ഒരു 2-2.5 മണിക്കൂർ ജസ്റ്റ് ഇങ്ങനെ ഒരു ദിലീപേട്ടനൊക്കെ നമ്മൾ കുറേ നാൾ ദിലീപേട്ടൻ ഇങ്ങനെ ഒരു കാണുന്നു ആ ഒരു ഫീലിങ് അത്രയൊക്കെ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഇത് വെച്ചാൽ അല്ലാതെ നമ്മൾ എന്തോ പറയുന്ന ദിലീപേട്ടൻ ഇത് കണക്കാണ് അത് കണക്കായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഫീല് ആ ഒരു ഇതിൽ കയറി നമ്മൾ കാണരുത്. ജസ്റ്റ് നമ്മൾ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആ ഒരു ഇത് ദിലീപേട്ടൻ്റെ ചെറിയ തമാശകൾ മാട്ടത്തര അങ്ങനത്തെ സെറ്റപ്പിലൊക്കെ കാണാനാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും. അത്രേ ഉള്ളൂ സിനിമ. അപ്പോൾ എന്തായാലും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇപ്പോൾ എൻ്റെ ഇത് ഞാൻ പേഴ്സണലി ഞാൻ പറഞ്ഞാണ് എനിക്കൊരു ആവറേജ് ഫീലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പം നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക. എന്തായാലും കമൻറ്റ് വന്ന് പറ നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നത്. ബൈ.